സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF-ൽ തമ്മിലടിയാണ്. കോൺഗ്രസിലാണ് അത് ഏറ്റവും അധികം. സാധാരണ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുമുള്ളത്. സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് ഒരു കീറാമുട്ടിയായി മാറിയിട്ടുണ്ട്. താഴെത്തട്ടിൽ പഞ്ചായത്തിൽ അധികം പ്രശ്നമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് താഴെത്തട്ടിലായതുകൊണ്ട് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞു. കോർപ്പറേഷനിലും നഗരസഭകളിലും അത്ര വേഗം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അവസാന നിമിഷമാണ് ഒന്ന് ഒത്തുതീർപ്പിൽ എത്തിയത്. അത് കഴിഞ്ഞ് രാഷ്ട്രീയ മത്സരമാണ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത്. ഏതാണ്ട് നിയമസഭയിലേക്ക് നടക്കുന്നത് പോലെ തന്നെ. അതുകൊണ്ട് വളരെ പ്രാധാന്യമുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്. രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ ഭരണപരമായും വളരെ അധികം പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമാകാൻ വലിയ അടി നടക്കുന്നത് കോൺഗ്രസ്. തിരുവനന്തപുരത്ത് തമ്മിലടി നടന്നത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. ആരൊക്കെയാണ് തമ്മിലടിച്ചത്? മുൻ KPCCയുടെ വൈസ് പ്രസിഡന്റായ മൺവിള രാധാകൃഷ്ണൻ, അദ്ദേഹം ദളിത് നേതാവ് കൂടിയാണ്. അപ്പുറത്ത് മൺവിള രാധാകൃഷ്ണൻ എന്ന മുതിർന്ന നേതാവുമായി ഏറ്റുമുട്ടിയത് യുവാവായ KPCCയുടെ ജനറൽ സെക്രട്ടറി ശബരിനാഥാണ്. ആലോചിച്ച് നോക്കണം. അദ്ദേഹം വളരെ പക്വതയുള്ള നേതാവാണ് എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത്. എന്നാൽ കോർ കമ്മിറ്റി യോഗത്തിൽ തമ്മിലടിയായിരുന്നു. കയ്യാങ്കളിയിലേക്ക് കാര്യമെത്തിയപ്പോൾ നേതാക്കൾ ഇടപെട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. പ്രശ്നം മറ്റൊന്നുമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ അവഗണിക്കുന്നു. ഇതാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട മൺവിള രാധാകൃഷ്ണൻ ഉന്നയിച്ച കാതലായ പ്രശ്നം. അപ്പോൾ എതിർത്ത് സംസാരിച്ച ശബരിനാഥനോട് മൺവിള രാധാകൃഷ്ണൻ പറഞ്ഞു, താങ്കളാണല്ലോ എപ്പോഴും ദളിത് സ്ഥാനാർത്ഥികൾക്ക് എതിരെ പറയുന്നത്, എന്തിനാണ് അത് എന്ന് ചോദിച്ചപ്പോഴാണ് രോഷാകുലനായി ചാടി എഴുന്നേറ്റത് ശബരിനാഥ്. പിന്നീട് വാക്കേറ്റമായി കയ്യാങ്കളിയുടെ വക്കിലെത്തി. അവിടെ നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കി. പിന്നെയും അവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നാണ് യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ പിന്നീട് പറഞ്ഞത്. അതിനുശേഷം വിചിത്രമായ മറ്റൊരു അനുഭവം കൂടി ഉണ്ടായി. മൺവിള രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. എന്ന് വെച്ചാൽ ജില്ലാ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഉന്നയിച്ച കാതലായ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ വേണ്ടത്ര പരിഗണിക്കാത്തത് എന്നായിരുന്നു. അതിനെ എതിർക്കേണ്ട കാര്യമില്ല ശബരിനാഥിന്. എന്തെങ്കിലും മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അത് DCC പ്രസിഡന്റ് പറയും. എന്തിനാണ് ശബരിനാഥ് കയറി അക്കാര്യത്തിൽ ഇടപെട്ടത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ദളിത് സ്ഥാനാർത്ഥിയെ ചൊല്ലിയായിരുന്നു തിരുവനന്തപുരത്ത് അടി നടന്നത് എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസവും DCC ഓഫീസിൽ അടി നടന്നു. അത് വർക്കലയിലെ ഒരു പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. സ്ഥാനാർത്ഥി നിർണയം നടക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് DCC ഓഫീസിൽ. അപ്പോൾ വർക്കലയിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസിലേക്ക് എത്തുകയും ഓഫീസ് കോമ്പൗണ്ടിൽ പരസ്പരം തെറിവിളിയും തമ്മിലടിയുമാവുകയും ഒക്കെ ചെയ്തു. മാധ്യമപ്രവർത്തകർ എത്തിയത് അറിഞ്ഞാണ് അവർ ഒന്ന് ശാന്തരായത്. പക്ഷേ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ കൊച്ചിയിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ അടിയാണ് നടക്കുന്നത്. കൊച്ചിയിൽ പരസ്യമായി തന്നെ DCC പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ. A ഗ്രൂപ്പ് നേതാക്കളാണ് രംഗത്ത് വന്നത്. A ഗ്രൂപ്പ് നേതാക്കൾ കൊച്ചിയിൽ മാത്രമല്ല 5ഓളം ജില്ലകളിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും വലിയ തർക്കങ്ങൾ നടക്കുകയും ചെയ്യുകയാണ്. പരാതികൾ KPCCക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നു A ഗ്രൂപ്പ് നേതാക്കൾ. KPCCയിൽ ആരാണ് ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കുക എന്നത് മറ്റൊരു കാര്യം. പക്ഷെ പരാതി നിരന്തരം അയച്ചുകൊണ്ടിരിക്കുകയാണ് KPCCയിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന്. കോൺഗ്രസിൽ വലിയ തമ്മിലടിയാണ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അടി നടന്നത് തിരുവനന്തപുരം DCCയിലാണ്. പക്ഷേ അതിൻ്റെ അലയൊലികൾ മറ്റ് ജില്ലകളിലേക്കും മെല്ലെ മെല്ലെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. A ഗ്രൂപ്പിനെ പൂർണ്ണമായും അവഗണിക്കുക എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത്. A ഗ്രൂപ്പിന് അല്ലെങ്കിൽ A ഗ്രൂപ്പിൽ പെട്ടവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകാം. അങ്ങനെ നൽകണമെങ്കിൽ KC വേണുഗോപാലിനോട് കൂറ് പ്രഖ്യാപിക്കണം. KC വേണുഗോപാൽ പക്ഷത്തേക്ക് മാറണം. എങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നേതാക്കൾ വലിയ പ്രതിഷേധത്തിലാണ്. A ഗ്രൂപ്പിൻ്റെ അണികൾ മുഴുവൻ KCയോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്.
എ ഗ്രൂപ്പിനെ ഒറ്റക്കെട്ടായി നിർത്താൻ പോലും കഴിയാത്ത അവസ്ഥ ഇപ്പോൾ എ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഉണ്ട്. എ ഗ്രൂപ്പിനെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിലെ പ്രബലരായ ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ കളം മാറി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അണികൾ നേതാക്കളെ നോക്കി സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ തമ്മിലടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ അണികൾ തമ്മിലടിക്കുന്ന അവസ്ഥ, അതാണ് തിരുവനന്തപുരത്ത് DCC ഓഫീസിൽ കണ്ടത്. ഇപ്പോഴിതാ തിരുവനന്തപുരം DCC കോർ കമ്മിറ്റിയിലും തമ്മിലടി നടന്നിരിക്കുന്നു. മറ്റ് 5 ജില്ലകളിലും വലിയ പ്രതിഷേധവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റു പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് വരുമ്പോഴാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വലിയ കീറാമുട്ടിയായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നത്.